ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. വളരെ അനുഗ്രഹീതമായ ഈ തിരുവചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചത്, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായ, കൃത്യമായ, ലളിതമായ മറുപടിയുമായിട്ട് വിശുദ്ധ ബൈബിൾ വരികയാണ്. ആദിയിൽ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി പാഴായിത്തീരുന്നു, ശൂന്യമായിത്തീരുന്നു. അതിൽ ഇരുൾ മൂടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പൊരുന്നിരിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. വെളിച്ചമുണ്ടാകുന്നു. സന്ധ്യയാകുന്നു. ഉഷസ്സുണ്ടാകുന്നു. അങ്ങനെ 1-ാം ദിവസം. ഇതാണ് നമ്മളിവിടെ വായിച്ചത്. ഈ വേദഭാഗം നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിൻ്റെ 1-ാം ദിവസം എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനല്ല. ദൈവം ഭൂമിയെ നവീകരിച്ചതിൻ്റെ 1-ാം ദിവസമാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന് 450 കോടിയോ വർഷത്തെ ചരിത്രമാണ് നമുക്ക് ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി പാഴായിരുന്നില്ല, ശൂന്യമായിരുന്നില്ല. അവിടെ ഉദ്യാനങ്ങളുണ്ടായിരുന്നു. അവിടെ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ദിനോസറുകളുണ്ടായിരുന്നു, മാമൽസുകളുണ്ടായിരുന്നു. ഭൂഗോളം മുഴുവൻ ഏദൻ തോട്ടം പോലെയായിരുന്നു. ലൂസിഫറിൻ്റെ ഹോം ടൗൺ ആയിരുന്നു ഈ ഭൂമി എന്ന് പറയുന്നത്. അവനായിരുന്നു അന്നത്തെ ഈ ഭൂമിയുടെ രാജാവ്. സൃഷ്ടിതാവായി ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമിയിൽ വളരെ സമാധാനത്തോടെ, സന്തോഷത്തോടെ അന്നത്തെ മാമൽസുകളും ദിനോസറുകളും ജീവജാലങ്ങളും ജീവിച്ചുകൊണ്ടിരുന്നു. മനുഷ്യൻ അന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. മീഖായേൽ, ഗബ്രിയേൽ ദൂതന്മാരോടൊപ്പം സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതനായിരുന്നു ലൂസിഫർ. അവൻ ദൈവത്തിൻ്റെ ആരാധന കാര്യങ്ങളിലൊക്കെ നേതൃത്വം വഹിച്ചവനായിരുന്നു. സുന്ദരനായിരുന്നു, ജ്ഞാനിയായിരുന്നു, രത്നങ്ങളാൽ അലങ്കൃതനായിരുന്നു, സകല വാദ്യോപകരണങ്ങളും വായിക്കാൻ നിപുണനായിരുന്നു, ഗായകനായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ സൗന്ദര്യത്തിൽ അവൻ അഹങ്കരിച്ചു, അവൻ്റെ ജ്ഞാനത്തിൽ അവൻ അഹങ്കരിച്ചു, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അവൻ്റെ കഴിവിൽ അവൻ അഹങ്കരിച്ചു. ഭൂമിയുടെ രാജാവാണവൻ. അതുകൊണ്ട് എന്തിന് ദൈവത്തിന് കീഴ്പ്പെടണം? താനും ദൈവമല്ലേ, ദൈവത്തോട് സമനാകാം എന്നവൻ ആഗ്രഹിച്ചു. അതോടുകൂടി 1-ാമത്തെ ന്യായവിധി ഉണ്ടാകുന്നു. അവൻ വെട്ടപ്പെടുന്നു. അവൻ്റെ രാജ്യം, ഈ ഭൂമി ശിക്ഷിക്കപ്പെടുന്നു. ഭൂമി പാഴും ശൂന്യമായി തീരുകയാണ്. ഇരുൾ നിറയുകയാണ്. വെള്ളം കൊണ്ട് മൂടപ്പെടുകയാണ്. അങ്ങനെ എത്ര വർഷം ഈ ഭൂമി കിടന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ സൃഷ്ടിതാവായ ദൈവം ഒരിക്കലും പരാജയപ്പെടുകയില്ലല്ലോ. താൻ സൃഷ്ടിച്ച ഭൂമി ലൂസിഫറിൻ്റെ പാപം മുഖാന്തരം ഇപ്പോൾ പാഴായിത്തീർന്നു, ശൂന്യമായി തീർന്നു. ഇരുളുകൾ മൂടി. എല്ലാ ദിനോസറുകളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ജീവജാലങ്ങൾ ചത്തൊടുങ്ങിക്കഴിഞ്ഞു. വൃക്ഷങ്ങളൊക്കെ കടപുഴുകി. എല്ലാം നശിച്ചിരിക്കുന്നു. ആ ഭൂമിയെ ദൈവം നവീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. മൂലഭാഷയിൽ കോഴി മുട്ട വിരിയുന്നത് വരെ ആ മുട്ടയുടെ മുകളിൽ പൊരുന്നിരിക്കുന്നത് പോലെ ഇരുന്നു എന്നൊരു പദപ്രയോഗമാണ് വെള്ളത്തിൻ്റെ മീതെ പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നു, പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന പദത്തിന്
കൊടുത്തിരിക്കുന്നത്. അവിടെ ജീവജാലങ്ങളൊന്നുമില്ല, മനുഷ്യൻ ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ അന്യഭാഷയുടെ ആവശ്യമില്ല, പ്രവചനത്തിൻ്റെ ആവശ്യമില്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് അവിടെ ആരാധിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആരാധിക്കുവാനായിട്ട് ഭൂമിയിലപ്പോൾ ആരും തന്നെയില്ല. ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ പ്രവർത്തനമാണ് നാം ഇവിടെ കാണുന്നത്. ലൂസിഫറിൻ്റെ പാപത്താൽ മനോഹരമായി ഭൂമി പാഴായി ശൂന്യമായി തീർന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ലിതോസ്ഫിയറുകളിൽ വിള്ളലുകളുണ്ടായി. അങ്ങനെയാണ് ഭൗമപ്പാളികൾ ഉണ്ടാകുന്നത്. അത് അസ്നോസ്ഫിയറിന് മുകളിലൂടെ തെന്നി മാറുന്നതിന് മുൻപായിട്ട്, മാറാതിരിക്കേണ്ടതിന്, ദൈവിക സൃഷ്ടികർമ്മങ്ങളൊക്കെ പൂർത്തിയാകുന്നത് വരെ അത് നീങ്ങി ഭൂഖണ്ഡങ്ങൾ ആകാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഈ പൊട്ടിക്കേറിയ ഭൂഖണ്ഡങ്ങളെ, ഒരു കോഴി അത് വിരിയേണ്ടതിന് മുട്ടകളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് തൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. ദൈവം അവിടേക്ക് വരികയാണ്. പാഴായ ഭൂമിയെ, ശൂന്യമായ ഭൂമിയെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകുകയാണ്. അങ്ങനെ വെളിച്ചമുണ്ടായി. സന്ധ്യയായി, ഉഷസ്സുമായി ഒന്നാം ദിവസം വളരെ മനോഹരമായ ഒരു ഭൂമിയെ വീണ്ടും നമ്മൾ കാണുകയാണ്. ദൈവം സൃഷ്ടിച്ച നവീകരിക്കപ്പെട്ട ഭൂമി, അത് ഭൂമിയുടെ ചരിത്രത്തിൻ്റെ നവീകരണത്തിൻ്റെ ഒന്നാം ദിവസമാണ്. ഈ ഭൂഗോളത്തെ മനുഷ്യനുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ അങ്ങനൊരു വ്യാഖ്യാന ശാസ്ത്രം തന്നെയുണ്ട്. എബ്രായ ലേഖനം 6 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഭൂമി പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിച്ചില്ലെങ്കിൽ ചുട്ടുകളയുകയത്രേ അതിൻ്റെ അവസാനം. ഇവിടെ ഭൂമിയും കൃഷിയുമൊക്കെ മനുഷ്യനായിട്ടും അവനിൽ ഉണ്ടാകേണ്ട ഫലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നവനോ വിശ്വസിക്കാത്തവനോ ആണെങ്കിലും ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ സത്യേക ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്, എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിതാവ്. എന്നാൽ മനുഷ്യന് ഒരു ശത്രുവുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ മാനുഷികമായ ഒത്തിരി ശത്രുക്കളുണ്ടാകും. പാർട്ടികളോടുള്ള ബന്ധത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ, മതങ്ങളോടുള്ള ബന്ധത്തിൽ, രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ അതിർത്തിയോടുള്ള ബന്ധത്തിൽ എപ്പോഴും മനുഷ്യന് ആരോടൊക്കെ എന്തിനോടെങ്കിലുമൊക്കെ ശത്രുതയുണ്ടാകും. അത് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് പോലീസുകാരും കോടതിയും പട്ടാളക്കാരും എല്ലാം. പല നിലയിലാണ് ആ ശത്രുതയോട് പോരാടുന്നത്. മെഡിക്കൽ സയൻസ് വൈറസുകളോടും ബാക്ടീരിയകളോടുമൊക്കെ പോരാടുന്ന മരുന്നുകൾ കണ്ടുപിടിച്ച് നമുക്ക് നൽകുകയാണ്. എല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ്. ഏതെങ്കിലും ഒരു ശത്രു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദുഃഖകരമായിട്ടുള്ള കാര്യം, മനുഷ്യൻ്റെ പരമശത്രുവിനെ, മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന, അവനെ അറുക്കുന്ന, അവനെ മുടിക്കുന്ന, അവനെ നരകത്തിലെത്തിക്കുവാൻ പരിശ്രമിക്കുന്ന, അവനെ ചതിക്കുന്ന പിശാചിനെ അവൻ അറിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായൊരു കാര്യം. ബൈബിൾ പറയുന്നു, സാത്താൻ ചതിയനാണ്, ഭോഷ്ക് പറയുന്നവനാണ്, അതിൻ്റെ അപ്പനാണ്, അവൻ ദൈവമായിട്ട് അഭിനയിക്കുന്നവനാണ്, അവൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്, അവൻ അറുക്കുന്നവനാണ്, അവൻ ചതിക്കുന്നവനാണ്, അവൻ മുടിക്കുന്നവനാണ്, അവൻ മനുഷ്യനെ തെറ്റിക്കുന്നവനാണ്. ഇന്നത്തെ കുടുംബ കലഹങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തിയ ഒരു കാരണമുണ്ടാകും, കോടതി കണ്ടെത്തിയ ഒരു കാരണമുണ്ടാകും, കൗൺസിലർ കണ്ടെത്തിയ ഒരു കാരണമുണ്ടാകും. എന്നാൽ ആഴമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പിശാചിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ തകർച്ചയുടെ കാരണങ്ങൾ പല കാരണങ്ങളാണ്. ആ കാരണങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് നിരത്തി വെക്കാനായി കഴിയും. പക്ഷേ അതിൻ്റെ പുറകിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് അറുക്കാനും മുടിക്കാനും മോക്ഷിക്കാനും നിൽക്കുന്ന ഒരു ശത്രുവിനെ കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ ശരീരത്തിന് ടെമ്പറേച്ചർ കൂടി, നിങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, നിങ്ങളുടെ കണ്ണുകൾ ചുമക്കുന്നു, വായ്ക്കൊക്കെ വലിയ കയ്പ്പാണ്. അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഡോക്ടറുടെ കണ്ണുകൾ അതിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഇത്രമാത്രം നിങ്ങളിൽ ചൂട് വരുത്താൻ, നിങ്ങളിൽ കയ്പുണ്ടാക്കാൻ, നിങ്ങളുടെ കണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുവാൻ
കാരണമായ ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ മറ്റേതെങ്കിലും ഒരു ഇൻഫെക്ഷനോ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുകയില്ല, പഠിച്ച ഒരു ഡോക്ടർക്ക് അത് കാണുവാനായി കഴിയും. ലാബിലെ പരിശോധനയിലൂടെ അത് വ്യക്തമാകും. പിന്നെ അവർ ചികിത്സ ആരംഭിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നാം ഗ്രഹിക്കണം. അതിൻ്റെ പിന്നിലുള്ള സൂത്രധാരകനെ നമ്മൾ മനസ്സിലാക്കണം. അത് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ടോ മരുന്ന് കൊടുത്തുകൊണ്ടോ കൗൺസൽ കൊടുത്തുകൊണ്ടോ ഒന്നും അത് പരിഹരിക്കപ്പെടുകയില്ല. അത് MRI സ്കാനിങ്ങിലോ എക്സ്റേയിലോ ഒന്നും വെളിപ്പെട്ട് വന്നെന്നും വരികയില്ല. മനോഹരമായ ഭൂമി, പൂന്തോട്ടങ്ങളുള്ള ഭൂമി, ജീവജാലങ്ങൾ നിറഞ്ഞ ഭൂമി പാഴും ശൂന്യമാക്കി കളഞ്ഞത്, ഇരുൾ മൂടുവാൻ കാരണമാക്കി തീർത്തത് സാത്താനായിരുന്നു. അതിനൊരു പരിഹാരമാണ് ദൈവം ഇവിടെ വരുത്തുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതം പാഴാണോ? നിങ്ങളുടെ ജീവിതം ശൂന്യമാണോ? ഇരുൾ മൂടിക്കിടക്കുകയാണോ? വിവാഹം കഴിച്ചപ്പോൾ ഇങ്ങനൊന്നും ചിന്തിച്ചില്ലല്ലേ? ഇങ്ങനെയൊക്കെയുള്ള തകർച്ചകളും ഇങ്ങനെയൊക്കെയുള്ള പാഴും ശൂന്യതയും ഇരുളും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല, ഇല്ലേ? പക്ഷേ അതൊക്കെ സംഭവിച്ചു. നിങ്ങളുടെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളോടുള്ള ബന്ധത്തിൽ ഒക്കെ പാഴിൻ്റെ ഒരു ശൂന്യതയുടെ അനുഭവമാണോ? ഒരു സ്വസ്ഥതയുമില്ലാത്ത അനുഭവം. മനോഹരമായ വീടുണ്ടെങ്കിലും നല്ല കട്ടിലുണ്ടെങ്കിലും മെത്തയുണ്ടെങ്കിലും ഉറങ്ങാൻ കഴിയാത്ത അനുഭവം. ഭക്ഷണമുണ്ടെങ്കിലും കഴിക്കാൻ കഴിയാത്ത ഒരനുഭവം. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ ഒരു ശൂന്യത എവിടെയോ വ്യാപരിക്കുന്നില്ലേ? ഇതിന് നിങ്ങൾ പരിഹരിക്കാൻ പല മാർഗങ്ങൾ നോക്കി, മദ്യപിച്ച് നോക്കി, സിനിമ കണ്ടു നോക്കി, പലയിടത്തും യാത്ര ചെയ്തു. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരമുണ്ടായില്ലല്ലോ. പാഴും ശൂന്യമായ ഈ ഭൂമിയിൽ പരിഹാരമുണ്ടായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ആദ്യം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇലക്ട്രിസിറ്റിയെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ നമുക്ക് കഴിയുന്നില്ല, പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാനായിട്ട് കഴിയും. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല, പക്ഷേ അതിൻ്റെ പ്രവർത്തനം അനുഭവിക്കുവാൻ കഴിയും. പ്രിയ സ്നേഹിത, നീ പാഴായിട്ടും നീ ശൂന്യമായിട്ടും നീ പൂർണ്ണമായി തകർന്നു പോകാതിരുന്നത്, ഇത്ര വലിയ ഇരുട്ടുണ്ടായിട്ടും ഇത്ര വലിയ പൊട്ടിക്കീറലുകൾ ഉണ്ടായിട്ടും നീ തകർന്നു പോകാതിരുന്നത്, നീ നശിച്ചു പോകാതിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നീ പോലും അറിയാതെ നിന്നെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. നിൻ്റെ കുടുംബം തകർന്നു പോകേണ്ടതായിരുന്നു, നിൻ്റെ തലമുറകൾ ചിതറിപ്പോകേണ്ടതായിരുന്നു. പാപവും ശാപവും സാത്താനും എല്ലാം കൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു മഴ പോലെ പെയ്തിറങ്ങിയതാണ്. ലിതോസ്ഫിയർ പൊട്ടിക്കീറിയതുപോലെ നിൻ്റെ ജീവിതവും കീറിയതാണ്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതാണ്. എന്നിട്ടും ഇന്നും ജീവിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ പോലും അറിയാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവം അയച്ച പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം, അവയെല്ലാമാണ് ഇന്നും നിൻ്റെ കുടുംബജീവിതം നിലനിൽക്കാനും നിൻ്റെ കുഞ്ഞുങ്ങൾ നിന്നോടൊപ്പം നിൽക്കുവാനുമൊക്കെയുള്ള കാരണമെന്നുള്ള കാര്യം മറക്കരുത്. ജീവിതത്തിൻ്റെ ഈ പാഴ് മാറണമെങ്കിൽ, ഈ ശൂന്യത മാറണമെങ്കിൽ സൃഷ്ടിതാവായ ദൈവം തന്നെ വരണം. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ദൈവത്തെ വിളിക്കണം. കർത്താവേ, ഇരുള് മൂടിയ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് പ്രകാശം അയക്കണം, അവിടുന്ന് പ്രകാശം നൽകണം. അതായിരിക്കണം നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ ദൈവം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കും. പ്രകാശം അവിടെ ഉണ്ടായിരിക്കും. എത്ര വർഷങ്ങൾ കിടന്ന ഇരുട്ടാണെങ്കിലും, കട്ട പിടിച്ച് കുരുരിട്ടാണെങ്കിലും വെളിച്ചം എത്തിക്കഴിയുമ്പോൾ അത് മാറിപ്പോകും. പാട്ടുപാടിയാൽ ഇരുള് പോകുകയില്ല. പ്രാർത്ഥിച്ചാൽ വെളിച്ചത്തെ കൊണ്ടുവരാം, പക്ഷെ പ്രാർത്ഥനയിലൂടെ ഇരുട്ടിനെ മാറ്റാൻ കഴിയുകയില്ല. നേർച്ച കാഴ്ചകൾ കഴിച്ചാൽ ഇരുള് മാറുകയില്ല. ദാനധർമ്മങ്ങൾ ചെയ്താൽ ഇരുള് മാറുകയില്ല. ശാസ്ത്രം പഠിച്ചാൽ ഇരുള് മാറുകയില്ല. ഇലക്ഷന്
വെച്ചാൽ ഇരുൾ മാറുകയില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് കൊണ്ടോ പ്രസിഡൻ്റ് ആകുന്നത് കൊണ്ടോ ഇരുട്ട് മാറ്റാൻ കഴിയുകയില്ല. വെളിച്ചത്തിന് മാത്രമേ ഇരുട്ടിനെ മാറ്റുവാനായിട്ട് കഴിയൂ. വാസ്തവത്തിൽ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുള്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആ വെളിച്ചം വരണമെങ്കിൽ വെളിച്ചത്തിൻ്റെ പിതാവ് സർവേശ്വരനായ ദൈവം തന്നെ ആ വെളിച്ചം നിങ്ങളിലേക്ക് അയക്കണം. ഈ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ്. തുടർന്ന് യേശു പറയുകയാണ്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദൈവം ഈ ലോകത്തിന് നൽകിയത് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റാനാണ്. സാത്താൻ കൊണ്ടുവന്ന പാഴും സാത്താൻ കൊണ്ടുവന്ന ശൂന്യതയും സാത്താൻ കൊണ്ടുവന്ന ആ ഇരുളും മാറേണ്ടതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. 33.5 വർഷം ആ പ്രകാശം ഈ ഭൂമിയിലുണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി. മാനവലോകത്തിൻ്റെ പാപവും ശാപവും മാറേണ്ടതിന് ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും യേശു പ്രകാശമായിട്ട് ഉണ്ട്. ആ പ്രകാശത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് കഴിയും. സൂര്യപ്രകാശം ദൈവം എല്ലാ രാജ്യക്കാർക്കും എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ സൂര്യഗ്രഹണങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറാതിരിക്കേണ്ടതിന് നിങ്ങൾക്ക് ജനലുകളും കതകുകളും എല്ലാ സുഷിരങ്ങളും അടച്ച് കർട്ടനൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇരുട്ടുണ്ടാക്കി അവിടെ ഇരിക്കുവാനായിട്ട് കഴിയും. ഇതുപോലെ എല്ലാവർക്കും വേണ്ടി ദൈവം പ്രകാശമായി കൊടുത്തതാണ് നസ്രയനായ യേശു. വേണമെങ്കിൽ നിങ്ങൾക്ക് മതത്തിൻ്റെ ചിന്തയിലും നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ കരട്ടനിട്ട് ഈ പ്രകാശം നിങ്ങളിലേക്ക് വരാതിരിപ്പാൻ നിങ്ങൾക്ക് തടയാൻ കഴിയും. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ജീവിതം പാഴായിട്ടും ഇരുളായിട്ടും ശൂന്യമായിട്ടും വെള്ളം മൂടിയ ഒരു അനുഭവം പോലെ ആയിരിക്കും. അതൊന്നും ആരോടും പറഞ്ഞില്ലെങ്കിലും പറയാതിരിക്കാൻ ഒത്തിരി അഭിനയങ്ങൾ നടത്തുന്നെങ്കിലും ഇതാണ് ഈ യാഥാർത്ഥ്യം. യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, യേശു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച ആരെയും നമുക്ക് മനുഷ്യജീവിതം ആഴമായി പഠിച്ചാൽ കാണുവാനായിട്ട് കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പാഴും ഏതിരുട്ടും യേശുവിന് മാറ്റുവാനായിട്ട് കഴിയും. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗലീലാക്കടലിന് അക്കരെയുള്ള ഗദരദേശം എന്ന ദേശത്ത് ഒരു ഭൂതഗ്രസ്തനായ ഒരു മാനസിക രോഗിയെ നമ്മൾ കാണുന്നുണ്ട്. അവൻ മാനസിക രോഗിയാണ്. അവൻ നിലവിളിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോകും, അവിടെ നിന്ന് താഴേക്ക് പോകും. ഇങ്ങനെ അവൻ ഓടുകയാണ്. ശവക്കല്ലറകൾ ആരെയെങ്കിലും കുഴിച്ചിട്ട സ്ഥലങ്ങളിലൊക്കെയാണ്, ശവക്കോട്ടകളിലാണ് അവൻ പോയി ഉറങ്ങുന്നത്. അവൻ സ്വയമായിട്ട് തന്നെ ഉപദ്രവിക്കും. അവൻ കല്ലുകളെടുത്ത് അവൻ്റെ ശരീരത്തെ ഇടിക്കും. രക്തം കാണുന്നത് അവന് വലിയ സന്തോഷമാണ്. ആൾക്കാരിൽ ചിലരൊക്കെ ഭ്രാന്തനെന്ന് വിളിച്ച് അവൻ്റെ ഈ കോമാളിത്തരങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കും, ചിരിക്കും, കളിയാക്കും. പക്ഷേ അവൻ്റെ പിതാവിന്, അവൻ്റെ മാതാവിന്, അവന് സഹോദരങ്ങളുണ്ടെങ്കിൽ, അവർക്ക് സഹോദരിമാരുണ്ടെങ്കിൽ, അവർക്ക് ഒരു ഭാര്യയുണ്ടെങ്കിൽ, അവൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് എത്ര വലിയ ദുഃഖമായിരുന്നിരിക്കണം, എത്ര വലിയ വേദനയായിരുന്നിരിക്കണം, എത്ര വലിയ അപമാനമായിരുന്നിരിക്കണം. ആ മനുഷ്യനെ പലരും പിടിച്ചു കെട്ടി അന്നത്തെ നിലയിലുള്ള ചികിത്സകളൊക്കെ അവന് ചെയ്തു. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. ചങ്ങലകൾ കൊണ്ട് അവനെ ബന്ധിച്ചു. പക്ഷേ ആ ചങ്ങലയും അവൻ ഉരുമി ഉടയ്ക്കും. അവനെ ആർക്കും പിടിച്ച് ഒതുക്കുവാനായി കഴിഞ്ഞില്ല. ആ മനുഷ്യനെ തേടി നസ്രയനായ യേശു ഒരു വള്ളത്തിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആ ഗദരദേശത്തേക്ക് വരികയാണ്. യേശു വള്ളത്തിൽ നിന്ന് ഇറങ്ങി ആ ദേശത്ത്
കാല് ചവിട്ടിയ ഉടനെ തന്നെ ഈ ഭൂതഗ്രസ്തൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ആൾക്കാരൊക്കെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. യേശുവിനെ ഉപദ്രവിക്കുമോ, ശിഷ്യന്മാരെ ഉപദ്രവിക്കുമോ? യേശുവിന് മാത്രം ഭയമില്ല. അവൻ അലറിക്കൊണ്ട് കോപാകുലനായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു കുട്ടിയെപ്പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, യേശുവേ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. സമയത്തിന് മുൻപ് നീ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ വന്നുവോ? ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് വിടണമേ എന്ന് നിലവിളിക്കുന്ന ഭൂതഗ്രസ്തനെയാണ് നാട്ടുകാരെല്ലാം കണ്ടതും കേട്ടതും. പക്ഷേ അവനിൽ കുടികൊണ്ട 6000 ഭൂതങ്ങളായിരുന്നു അവനെ ഈ നിലയിലാക്കിയത്, അവനെ മാനസിക രോഗിയാക്കിയത്, അവനെ വസ്ത്രം ധരിപ്പിക്കാത്ത നഗ്നനാക്കിയത്, അവനെ മുറിവേൽപ്പിക്കുന്നവനാക്കിയത്, അവനെ അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ദുഃഖപാത്രമാക്കി തീർത്തത്, അവൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേദനയും അപമാനവുമൊക്കെ സമ്മാനിക്കുവാൻ അവനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് 6000 ഭൂതങ്ങളായിരുന്നു. അത് കാണുവാനുള്ള കണ്ണുകൾ അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശുവിന് കാണുവാൻ കഴിഞ്ഞു. 6000 ഭൂതങ്ങളും അവനെ വിട്ടു പോകുകയാണ്. യേശുവിൻ്റെ ആ സാമീപ്യത്തിൽ, യേശുവിൻ്റെ ആ സാന്നിധ്യത്തിൽ ആ ഭൂതങ്ങൾക്കൊന്നും നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ സുബോധമുള്ളവനായി തീരുകയാണ്. അവൻ വസ്ത്രം ധരിക്കുകയാണ്. അവൻ യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ആ മനുഷ്യൻ സൗഖ്യമായി സുബോധമുള്ളവനായി ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിച്ചിരിക്കുന്നു, അവൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ യേശുവിന് സന്തോഷമായി. യേശു മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ വന്ന് പറയുകയാണ്, യേശുവേ, അങ്ങാണ് എനിക്കൊരു ജീവിതം നൽകിയത്. ഞാനിപ്പോഴാണ് യഥാർത്ഥ ഒരു മനുഷ്യനായി തീർന്നത്, സുബോധമുള്ളവനായി തീർന്നത്. അതുകൊണ്ട് ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അങ്ങ് മാത്രമാണ്. എനിക്ക് അങ്ങോട്ട് കൂടി ഇരിക്കണം, അങ്ങയുടെ കൂടെ വരണം. യേശു പറഞ്ഞു, നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരണ്ട. നീ ചെന്ന് നിൻ്റെ സ്വന്തം നാട്ടിൽ, നിൻ്റെ പട്ടണങ്ങളിൽ നിനക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ നീ പറയുക. അവനൊരു സുവിശേഷകനായി, അവൻ സാക്ഷ്യം പറയുന്നവനായി അവൻ്റെ നാട്ടിലേക്ക്, അവൻ്റെ ചാർച്ചക്കാരുടെ വീടുകളിലേക്ക്, അവൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ഭയവിഹ്വലതയോടുകൂടി ഒരു നാളിൽ അവനെ നോക്കിയവർ, അവനെ കണ്ടപ്പോൾ ഓടി ഒളിച്ചവർ, അവനെ കണ്ടപ്പോൾ ദുഃഖിച്ചവർ, അവനെ കണ്ടപ്പോൾ സന്തോഷിച്ചവർ, അവനെ കണ്ടപ്പോൾ കളിയാക്കിയവർ ഒക്കെ അത്ഭുതത്തോടുകൂടി അവനെ കാണുകയാണ്, അവൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നും ഇന്നും യേശു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ കുഴിക്കാലയിൽ ഷാരോൺ ഫെലോഷിപ്പിൻ്റെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്ത് പുന്നയ്ക്കാട്, ഓന്തേകാടിൻ്റെ മേഖലകളിൽ പുത്തേത്ത് കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ചില കുടുംബങ്ങൾ ഞങ്ങളുടെ സഭയിൽ ആരാധനയ്ക്ക് വരുമായിരുന്നു. അവരുടെ വീടുകളൊക്കെ സന്ദർശിക്കാനായി പോകുന്ന വേളയിൽ പുത്തേത്തെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഉപദേശി, ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ തൊട്ടടുത്ത് അങ്ങേത്താഴെ തങ്കമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അവൾ മാനസിക രോഗിയാണ്. ഉറക്കഗുളിക കഴിച്ചിട്ടും ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. ഉപദേശി വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ വീട്ടിൽ ചെന്നു. തങ്കമ്മയുടെ ഭർത്താവ് മത്തായിച്ചനും കുഞ്ഞുങ്ങളും എന്നെ സ്വാഗതം ചെയ്തു. അവിടുത്തെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന ആവശ്യമാണ് എന്നെനിക്ക് തോന്നി. അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. ഞങ്ങൾ ആ ഭവനത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അന്ന് മണക്കാല ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നൈജീരിയക്കാരനായ ഒരു ഡേവിഡ് ഒബയാക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, സഭാവിശ്വാസികൾ എല്ലാം ചേർന്ന് ഞങ്ങൾ ഈ തങ്കമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി, മാനസിക രോഗം സൗഖ്യമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഈ തങ്കമ്മ ചാടി എഴുന്നേറ്റു. സ്കെൽറ്റയായ ഒരു മാതാവായിരുന്നു അവർ. അവരുടെ ഭർത്താവും മക്കളും എല്ലാവരും കൂടെ അവരെ അവിടെ പിടിച്ചിരുത്താൻ നോക്കിയിട്ട് സാധിച്ചില്ല. എല്ലാവരെയും കുതറി മാറ്റിയിട്ട് അവരിരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അത്ര വലിയൊരു ശക്തി അവരിൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ
കർത്താവിൻ്റെ കാരുണ്യത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ തങ്കമ്മയിലെ ഭൂതങ്ങൾ വിട്ടുമാറി. അവൾ സുബോധമുള്ളവളായി. പിന്നെ 15 വർഷം അവർ ജീവിക്കുകയുണ്ടായി. ഒരിക്കൽ പോലും ഉറങ്ങേണ്ടതിന് അവർ ഉറക്കുളിക കഴിച്ചിട്ടില്ല. ഈ യേശു അന്നും ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. നാളെയും അത്ഭുതം പ്രവർത്തിക്കും. പ്രിയ സ്നേഹിത, നിൻ്റെ ജീവിതത്തിലെ ഇരുള് എന്തു തന്നെയാണെങ്കിലും, പാഴ് എന്തു തന്നെയാണെങ്കിലും, ശൂന്യത എന്തു തന്നെയാണെങ്കിലും, അത് വെള്ളം മൂടിക്കിടക്കുന്നത് പോലുള്ള ഒരനുഭവമാണെങ്കിലും, നിങ്ങൾക്ക് മനോഹരമായ ഒരു പുതിയ ഒന്നാം ദിവസം, അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരൊന്നാം ദിവസം നൽകുവാൻ കഴിയും. അത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നതാണ്. സൃഷ്ടിതാവായ ദൈവം, ആ ദൈവം മനുഷ്യനായി അവതരിച്ച വെളിച്ചം, ആ ദൈവം പരിശുദ്ധാത്മാവായി പ്രവർത്തിക്കുന്നു. ഈ ത്രിയേക ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സൃഷ്ടിതാവായിട്ട്, നിങ്ങളിൽ പരിവർത്തനം ചെയ്യേണ്ടതിനായിട്ട്, നിങ്ങളിൽ ഒരു വെളിച്ചമായി തീരേണ്ടതിനായിട്ട് സ്വാഗതം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, അതിശയകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി ഈ നല്ല കർത്താവിൻ്റെ, ഈ വെളിച്ചമായ കർത്താവിൻ്റെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമായി സ്വീകരിക്കുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച മനോഹരമായ ഭൂമി സാത്താൻ്റെ പാപത്താൽ പാഴും ശൂന്യമായി തുറന്നു. ഇരുളുമൂടി വെള്ളത്താൽ മൂടപ്പെട്ടു. അവിടുത്തെ ആത്മാവ് അതിനെ നവീകരിക്കേണ്ടതിന് വേണ്ടി പരിവർത്തിച്ചു. അവിടെ വെളിച്ചം ഉദിച്ചു. പാഴായ ഭൂമി, ശൂന്യമായ ഭൂമി, ഇരുളായ ഭൂമി മാറി. അത് നവീകരിക്കപ്പെട്ടു. അതിന് മനോഹരമായ ഒരൊന്നാം ദിവസത്തിൻ്റെ തുടക്കമുണ്ടായി. ഇതുപോലെ എൻ്റെ ഈ സഹോദരന്, ഈ സഹോദരിക്ക്, ഈ കുടുംബത്തിന് ഒരനുഗ്രഹത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, നന്മയുടെ ഒരു ദിവസമുണ്ടാകുവാൻ കർത്താവ് ഇടയാക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.